കഴിഞ്ഞ ദിവസം ബേസിൽ അവിടെ കോട്ടയത്ത് ലുലുമാളിൽ വെറുതെ ഷോപ്പിങ്ങിന് പോയപ്പോൾ തന്നെ നടക്കേണ്ടിയിരുന്ന ആ ഇവന്റ് നമ്മൾ കൊച്ചി ലുലുമാളിലേക്ക് മാറ്റിയത്. അത് അവിടെ കുറച്ചധികം ആളുകൾ വന്നേക്കാം എന്നുള്ള കാരണം കൊണ്ട് അവിടെ നിന്ന് നമുക്ക് ചിലപ്പോൾ ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ പരിപാടി ഇങ്ങോട്ട് മാറ്റിയത്. ഇപ്പോൾ ഇവിടെ ക്രൗഡ് കണ്ടോ? അപ്പോൾ ഇന്ന് രാവിലെ ആണ് നമ്മളിത് അനൗൺസ് ചെയ്തത്. അപ്പോഴത്തേക്ക് ഇത്രയും ആളുകൾ ഇവിടെ ഒരു ഫംഗ്ഷന് വേണ്ടി വരികയും ഞങ്ങൾക്ക് ഇങ്ങനൊരു സപ്പോർട്ട് അറിയിക്കുകയും ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ you can raise your hands up. We will definitely pass the mic to you. Yes, yes. അവിടെ ഒരു കുട്ടി മൈക്കിന് വേണ്ടി കൈയാട്ടുന്നുണ്ട്. You can just pass the mic, please. മോളെ പേരൊന്ന് പറയണേ. Just let me know your name. എൻ്റെ പേര് വിപിത എന്നാണ്. എൻ്റെ വീട് കോട്ടയത്താണ്. അപ്പോൾ ഇത് കോട്ടയത്ത് വരുന്ന ലുലുവിൽ വരുന്ന പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെയാണ്. എനിക്ക് അവിടെ വരാമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്ക് വരാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് കുറേ പേര് വന്നു എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് ഉച്ചയ്ക്ക് പെട്ടെന്ന് സ്റ്റോറിയിൽ കണ്ടത് ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. ഈ കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം വന്നതിൽ അതിൻ്റെ ഞങ്ങൾ ആക്ച്വലി ഇന്നലെ രാത്രിയാണ് ഞാനും അറിയുന്നത് കോട്ടയത്ത് ലുലുമാളിൽ വെച്ചിട്ട് നമുക്ക് അങ്ങനൊരു പരിപാടി നടത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാരണം മറ്റൊന്നുമല്ല, കോട്ടയത്ത് അത് സ്നേഹം കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ തെറ്റുകൊണ്ടല്ല. കഴിഞ്ഞ ദിവസം ബേസിൽ അവിടെ കോട്ടയത്ത് ലുലുമാളിൽ വെറുതെ ഷോപ്പിങ്ങിന് പോയപ്പോൾ തന്നെ അവിടെ ഇച്ചിരി തിരക്ക് കൂടി. അത് അപ്പോൾ അങ്ങനെ തിരക്ക് കൂടുമ്പോൾ നമുക്ക് സിനിമ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളൂ. അതിൽ നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അത് പ്രൊമോട്ട് ചെയ്ത് പോകണം എന്നേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അത് തല്ലുമാലയ്ക്ക് പോയ സമയത്താണെങ്കിലും അവിടുത്തെ ഹൈലൈറ്റ് മോളിൽ ഭയങ്കര തിരക്കായിട്ട് പരിപാടി നടത്താൻ പറ്റാതെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന അവിടെ ആരുടെയെങ്കിലും ഒരു ചെറുവരിൻ്റെ നഖത്തിനൊരു പരിക്ക് പറ്റിയാൽ പോലും അതെൻ്റെ ലൈഫ് ലോങ് എനിക്ക് തോന്നിയായിരിക്കും. അപ്പോൾ അത് കോട്ടയത്ത് നമുക്ക് നേരത്തെ ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. ഇന്നലെ രാത്രി ഇൻഫർമേഷൻ കിട്ടി പോലീസിൻ്റെ ഭാഗത്തുനിന്നും അവിടെ അങ്ങനെ ഒരു ക്രൗഡ് ഉണ്ടാവുന്നത് ചിലപ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ പോയേക്കാം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നമുക്കത് ഇവിടേക്ക് മാറ്റേണ്ടി വന്നു. ഇമ്മീഡിയറ്റ്ലി തന്നെ ലുലു അവർ തന്നെയാണ് അവിടെ മാറ്റി നമുക്ക് ഇങ്ങോട്ട് മാറ്റാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. വളരെ ഷോർട്ട് നോട്ടീസിലാണെങ്കിലും ഇത്ര എഫേർട്ട് എടുത്തിട്ട് വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ടൊവിനോ 2.0 എന്ന് പറഞ്ഞ വീഡിയോസിന്റെ വൈറലാകുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഏത് വീഡിയോസ്? ടൊവിനോ 2.0 എന്ന് പറഞ്ഞ വേറെ ഒരു അമ്പലം ഐഡന്റിറ്റി, ടൊവിനോയുടെ ഐഡന്റിറ്റി വെച്ചിട്ട് വേറെ ഒരു അമ്പലം ഭയങ്കര വീഡിയോസൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് ഞാൻ ടൊവിനോ 2.0 അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ നമ്മളെ ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവുന്നതുകൊണ്ടാണ് നമ്മളെ പറ്റിയിട്ട് ആൾക്കാർ നല്ല കാര്യങ്ങൾ പറയുകയും നമ്മളെ പറ്റിയിട്ടൊക്കെ ഡിസ്കഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അത് ഒരു സാധാരണ മനുഷ്യൻ, സാധാരണ ഹ്യൂമൻ ബീയിങ് എന്നുള്ളതിലേക്ക് എത്രത്തോളം സ്നേഹം കിട്ടിയാലും നമുക്കൊന്നും മതിയാവില്ല. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ സൂപ്പർമാൻ ആവണമെന്ന് ആഗ്രഹിച്ചത് അത് പറക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, സൂപ്പർമാനെ എല്ലാവർക്കും ഇഷ്ടമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതിന് പറ്റിയില്ല, അതിന് പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ട് നമുക്ക് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഇല്ല, സൂപ്പർമാനൊന്നും ആവാൻ പറ്റില്ല. പക്ഷെ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയ അന്ന് മുതൽ നമ്മളെയൊക്കെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയ അന്ന് മുതൽ വളരെ എന്താ പറയുക സന്തോഷം തരുന്ന അൺകണ്ടീഷണൽ ലവ് അബണ്ടൻ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുള്ള കാര്യമാണ്. അതിന് നമുക്ക് തിരിച്ച് ഓരോരുത്തർക്കും തരാൻ പറ്റുന്നത് എന്ന് പറയുന്നത് എൻ്റെ ഭാഗത്ത് ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ഉണ്ടായിരിക്കും. നല്ല നല്ല സിനിമകളുമായിട്ട് നിങ്ങൾ അതിലേക്ക് വരാനായിട്ട് ഓരോരുത്തരോടും എനിക്ക് ചെയ്യാൻ പറ്റുന്ന തിരിച്ച് റിട്ടേൺ എനിക്ക് തരാൻ പറ്റുന്നത് എൻ്റെ സ്നേഹമാണ് ഞാൻ സിനിമകളിലൂടെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നത്. അധികം ഒന്നും പിടിക്കില്ല. ഒരു ക്വസ്റ്റ്യനും കൂടി അവരെ ആർക്കോ ചോദിക്കാനുണ്ട്. സോ വി ക്യാൻ ജസ്റ്റ് പാസ് ദ മൈക്ക്. യെസ്, അല്ല അവിടെ മൈക്ക്. ഓക്കെ, പേരൊന്ന് പറയുമ്പോൾ
ഉണ്ണിമായ ഹലോ ഉണ്ണിമായ ഹായ് സർ, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എക്സൈറ്റഡ് ആണ് സോ എല്ലാവരെയും കണ്ടത്. എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് സാർ ഒരുപാട് ഹീറോയിൻസുമായിട്ട് ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട്. സോ തൃഷ മാമുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇത് ഞാൻ പലതരം സിനിമകൾ ചെയ്തിട്ടുണ്ട്, പല ആളുകളോട് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒരുപോലെ ഞാൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഓർമ്മകളാണ്. ഈ സിനിമയിലാണെങ്കിലും വിദേശമാണെങ്കിലും ദൃശ്യമാണെങ്കിലും അവർ മറ്റ് ഇൻഡസ്ട്രികളിൽ തിരക്കിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ ഈ സിനിമയുടെ സ്ക്രിപ്റ്റിൽ ആകർഷകരായിട്ടാണ് അവർ ഈ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സീനുകളുള്ളതും ഇവർ രണ്ടുപേരുടെയും കൂടെയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ താരതമ്യേന ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ്. പല ഒരു എക്സ്ട്രാ ഏജൻസിയാണെങ്കിൽ അങ്ങനത്തെ ഒപ്പുലൻസിൻ്റെ ഒക്കെ കാര്യത്തിൽ നോക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ചെറിയ ഇൻഡസ്ട്രിയാണ്. പക്ഷേ ഇവർക്ക് മറ്റ് ഇൻഡസ്ട്രികളിൽ അങ്ങനെ വളരെ ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് നമ്മളുടെ കൂടെ കാര്യം ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സിനിമ ഇത്ര അംബിഷ്യസ് ആയിട്ട് സിനിമ അച്ചീവ് ചെയ്യണമെങ്കിൽ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, പല കാര്യങ്ങളിലും ഓവർ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം ചെയ്ത് വിഷയമാണെങ്കിലും വിനയ സാറാണെങ്കിലും നമ്മുടെ കൂടെ നിന്നു. അതിൻ്റെ റിസൾട്ടാണ് ഈ സിനിമ ഇപ്പോൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ ജാനുവരിയായിട്ട് അതിന് പുറത്തേക്ക് ഇറങ്ങുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കഴിഞ്ഞ ക്രിസ്മസ് ഐഡന്റിറ്റിയുടെ സെറ്റിലായിരുന്നു. ഇത്തവണ ഇനിയിപ്പോൾ ന്യൂ ഇയറിന് നമുക്ക് അതുപോലെ തന്നെ ഈ വർഷത്തെ ന്യൂ ഇയറിൽ ഏറ്റവും വലിയ വിശേഷം ഇതാണ്. മിക്കവാറും റിലീസിനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ റിലീസിന് ശേഷം പ്രമോഷൻസിൻ്റെ ഭാഗമായിട്ട് ദൃശ്യമാനോട് ഉണ്ടായിരിക്കും.